നമ്മളൊരു കൊട്ട ഉണ്ടാക്കിയത് കാണുമ്പോൾ ഒരു പക്ഷേ നമുക്കത് വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. പാരമ്പര്യമായിട്ടുള്ളൊരു കുലത്തൊഴിലാണെങ്കിലും ഇന്ന് ഈ പണികളൊക്കെ ചെയ്യുന്നവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. പഴയ കാലത്തൊക്കെ ഇതൊരു വരുമാന മാർഗമായിരുന്നു. ഇന്ന് വളരെ ചുരുക്കം പേര് മാത്രമേ ഇത് ചെയ്യുന്ന ആളുകളെ കാണാൻ കഴിയുള്ളൂ. അച്ഛൻ നെയ്യാനുള്ള വള്ളി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകട്ടാ. അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. തണ്ണീർക്കോടിനടുത്ത് പടാട്ടുകുന്ന് കോലഴി കൃഷ്ണൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുക. അപ്പോൾ മുള കൊണ്ടുണ്ടാക്കിയ എന്തൊരു ഉൽപ്പന്നം വേണമെങ്കിലും അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. അപ്പോൾ വള്ളികൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ 2 വള്ളി ഒഴിയുന്നതായിട്ട് നമുക്ക് കാണിച്ചതാണ്, നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അതിനിപ്പോൾ അച്ഛൻ അത് കെട്ടി എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അച്ഛൻ. കൊട്ട അടിയിടണ ഒരുക്കത്തിലാട്ടോ. കൊട്ട അടിയിടുക എന്ന് പറഞ്ഞാൽ കൊട്ട നമ്മൾ അടിത്തറ ഒരുക്കുക എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ ഒരു ഭാഷയാണ് അത് പറയുന്നത്. കൊട്ട അടിയിടുക എന്നാണ് പറയുക. 2 വീതമുള്ള 16 ജോഡി വെച്ചിട്ടാണ് കൊട്ട അടിയിടുക. അത് ഏതൊരു കൊട്ട ഉണ്ടാക്കുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് കൊട്ടയുടെ അടിത്തറ ഒരുക്കുന്നത്. ആ വെക്കുന്ന ആ അലകിന് പറയുക കാലിപ്പ എന്നാണ് പറയുക. കാലിപ്പ അതിൻ്റെ ഒരു ഭാഷ അങ്ങനെയാണത്. അത് വളരെ സൂക്ഷ്മതയോടു കൂടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അടിയിടൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാട്ടാ. കാലിപ്പൊക്കെ 16 ജോഡി കാലിപ്പ വെച്ച് അത് ചവിട്ടി പിടിച്ച് വളരെ ശ്രദ്ധയോടു കൂടിയാണ് അച്ഛൻ അത് അടിയിട്ട് തുടങ്ങണത്. വള്ളി എടുത്ത് 2 റൗണ്ടെങ്കിലും ചുറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷമേ കാല് എടുക്കാൻ പറ്റും. വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് ഇതിൻ്റെ വളരെ കഷ്ടപ്പാട് പിടിച്ചൊരു പണിയാണ് ഇത് അടിയിടുക എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇത്തരം ജോലികൾ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണെന്നുള്ളത്. എന്നിട്ടും ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ അതിന് കൃത്യമായൊരു വില കിട്ടുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ട് അച്ഛൻ വള്ളി ചുറ്റി കഴിഞ്ഞു. വള്ളി ചുറ്റി ഏകദേശം ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതിന് ശേഷമേ കാലെടുക്കാൻ പറ്റൂ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അച്ഛൻ. അച്ഛൻ നെയ്തത് കാണുമ്പോൾ തന്നെ വളരെ ഒരു ഭംഗിയുണ്ട്. എന്തൊരു രസമാണത്, കണ്ടില്ലേ? ഏകദേശം ഒരു 3 റൗണ്ട് ചുറ്റിക്കഴിഞ്ഞു അച്ഛൻ. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ. ഇപ്പോൾ ഏകദേശം ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അച്ഛൻ നെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പകുതി നെയ്ത് വെച്ചൊരു കൊട്ട കാണാം. എന്ത് ഭംഗിയാണ് അതിൻ്റെ നെയ്ത്ത് കാണാൻ. വളരെ ഭംഗിയായിട്ട് തന്നെ അച്ഛൻ അത് നെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ വളരെ എത്ര വൃത്തിയോട് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി അച്ഛൻ നെയ്തുകൊണ്ടിരുന്നത് മാറ്റം വരുത്തുക കേട്ടോ. ആദ്യം 2 ജോഡിയായിട്ടുള്ളതായിരുന്നു നെയ്തിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നും വേർതിരിച്ച് ഓരോന്നായിട്ട് വേർതിരിച്ചിട്ടാണ് ഇപ്പോൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛൻ നമ്മുടെ കൊട്ടപ്പണിയുടെ ശൈലി മാറ്റി ഇപ്പോൾ ഒരു വിരൽ കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് നെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം കൊട്ടപ്പണി അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊട്ടയുടെ ഷേപ്പായിക്കൊണ്ടിരിക്കുകയാണ്. വിരൽ കൊണ്ട് അമർത്തുന്നതിനനുസരിച്ചിട്ടാണ് അച്ഛൻ നെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ പലർക്കും തോന്നും ഇത്രയും സിമ്പിളാണോ ഒരു കൊട്ടപ്പണി എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഒരു മുള കിട്ടണമെങ്കിൽ ഇതിലേറെ പ്രയാസമാണ്. ഇത് നമ്മുടെ കൊട്ടയുടെ സൈഡ് കെട്ടി വരിഞ്ഞ് മുറുക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. ഇതിനെ പാന്തം എന്നാണ് ഇതിന് പറയുക. അത് തെങ്ങിൻ്റെ ഓലയുടെ തണ്ടിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന തോലാണത്. അതിന് പാന്തം എന്നാണ് അതിൻ്റെ ശൈലിയിൽ പറയുക.
അപ്പോൾ നമ്മുടെ കൊട്ടയുടെ നെയ്ത്ത് ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി അവസാനം മിനുക്ക് പണി എന്ന നിലയ്ക്ക് ഇതിൻ്റെ സൈഡ് വരിഞ്ഞ് മുറുക്കുകയാണ്. അതൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ പാന്തം കൊണ്ടാണ് ഇപ്പോൾ ഇത് വരിഞ്ഞ് മുറുക്കുന്നത്. ചിലർ പാന്തത്തിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പാന്താണ് പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനം, പാന്തം എന്നാണ്. അത് നല്ല രീതിയിൽ വരിഞ്ഞ് മുറുക്കിയ പിന്നെ ഒരിക്കലും ഇത് പൊട്ടില്ല. അപ്പോൾ ഇത്രയും കൊട്ടകളൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ പഴങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ കൊട്ടയുടെ പണി പൂർണ്ണമായി കഴിഞ്ഞു കേട്ടോ. ഈ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.